ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡേ 3 സ്റ്റാർട്ടഡ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പണിപാളി, പനിക്കുണ്ട്, വയ്യ, നല്ല അടിപൊളിയായിട്ട് മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്. സൗണ്ട് സൗണ്ട് ഉണ്ടോ ഇല്ല കിട്ടുന്നുണ്ടാവും. ഒന്നേ പുറത്തിറങ്ങി നോക്കട്ടെ. നല്ലൊരു ചായ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സംഭവം സെറ്റാവുമെന്ന് വിചാരിക്കാം. എന്നാ പോയി നോക്കാം നമ്മൾ. ഇന്നത്തെ ഇപ്പോൾ ഇതാ കറക്കം നടത്തം സെറ്റ് ചെയ്യാം. എന്നിട്ട് കണ്ടത്തുകൂടെ രാവിലെ നടന്നു നോക്കാം. എന്താ ഇവിടുത്തെ പാട് നോക്കാം. പോയല്ലേ ബാബാ 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 വേപ്പ വേമ. വരൂ ഗൈസ്, വരൂ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് രാവിലത്തെ നെടുങ്കണ്ടത്തിൻ്റെ അവസ്ഥ എന്ന. അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പതുക്കെ ഇറങ്ങുന്നു. ശാന്തമല്ലല്ലോ സംഭവം. സെറ്റ് ടാബ്ലറൊക്കെ നീച്ചോ? സെറ്റാണല്ലോ സംഭവം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അധികം നേരം ഒന്നായല്ലോ, ഒക്കെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ പുറത്തിറങ്ങിയാൽ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചായക്കട അന്വേഷിച്ച് നടന്നു. അവിടെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ റേറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇതത് എവിടെയൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ നടക്കുകയാണ്. സെറ്റാണല്ലേ. ഇതായിരിക്കും മൂപ്പരാൾ പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും കുഴപ്പമില്ല, വാ നമുക്ക് അങ്ങോട്ട് തന്നെ കയറി നോക്കാം. തന്നെ കാണലുള്ളൂ. ഒരു വിത്തൗട്ടും പറഞ്ഞ് ചായം പറഞ്ഞ് പേപ്പർ വായിക്കാമെന്ന് വിചാരിച്ച് പേപ്പർ ചെങ്ങായി എടുത്ത് നോക്കിയപ്പോൾ ഈയുടെ മോനെ ഫുള്ള് നെഗറ്റീവ് ഡാർക്ക് ന്യൂസസും മാത്രം. ഫുള്ളോ അങ്ങ് പോയി. പിന്നെന്താക്കിയ ചായയും കുടിച്ച് നൈസായിട്ട് അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആകെ കിളി പാലിക്കണം. പിന്നെ അവിടുന്ന് എന്തായാലും ഒരു സോപ്പും എണ്ണയും മേടിച്ച് ഇനി കുളിച്ചിട്ടാവാൻ ബാക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. പരമാവധി ഒരു ഉച്ചയുടെ മുന്നേ തീർക്കാൻ പറ്റുമോ നോക്കാം നമ്മൾ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സമയം കിട്ടും. സമയം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ട്രെയിനിങ് രാത്രി 10:30 ഉള്ളൂ, നേരെ കാസർഗോഡുള്ളത്. അപ്പോൾ നോക്കാം എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഇപ്പം നൈസായിട്ട് നമ്മുടെ ഇവിടുത്തെ വർക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഇവിടുത്തെ കഴിഞ്ഞ് ഇനി ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. നെടുങ്കണ്ടത്ത് നിന്ന് നമ്മൾ ഇനി നേരെ നമ്മുടെ സ്ഥലമാകുന്ന കാസർഗോട്ടേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഇനി അവിടെ കാണാം. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ഈ നെടുങ്കണ്ടം നമ്മൾ നേരെ വന്ന വഴിയല്ല തിരിച്ചു പോകണത്, കോട്ടയം വഴിയല്ല. ഓൾറെഡി കോട്ടയത്തു നിന്നുള്ള വഴി നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ആലുവ അല്ലെങ്കിൽ എറണാകുളം പിടിക്കുക. അതത്ര എളുപ്പം. വെറുതെ എന്നിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ അവിടെ ഉള്ള ആൾ കറക്റ്റ് കിട്ടാം മൊത്തമായിട്ട് എന്ത് ചെയ്ത് എഴുതി തന്നില്ല. നൈസായിട്ട് എഴുതുന്നത് എഴുതുന്ന പേപ്പർ എന്ത് ബാഗിൽ വെച്ചിട്ടുണ്ടാവും. അത് കാണിച്ചാൽ കറക്റ്റ് എവിടെ ഇറങ്ങണം, എങ്ങനെ പോകണം. പക്ഷെ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഈ നെടുങ്കണ്ടത്ത് നിന്ന് ബസ് കിട്ടാനാണ് കുറച്ച് പാട്. ഒരു ടൈമുള്ളൂ, മറ്റത്രയും ട്രാവൽ ചെയ്യണം. പിന്നെ ട്രെയിനിൻ്റെ ടൈം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ മുന്നത്തെ നേരത്തെ പറഞ്ഞല്ലോ 10:30 ട്രെയിൻ, അതിന് മുന്നേ നമുക്ക് ട്രെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. 8:45 നമുക്ക് ആലുവയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്, 2 ഉണ്ട്. 8:45 അത് 2 സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ആക്കാം. അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകൾ നമുക്ക് വണ്ടിയിൽ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. എവിടെ ഇറങ്ങുന്ന പരിപാടി നമുക്കില്ല. ശരി എന്നാൽ ബാ. അപ്പോൾ ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം എന്നതാ കണ്ടോ, ഇതാണ് നമ്മുടെ നെടുങ്കണ്ടം ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പല്ലല്ലോ, ബസ് സ്റ്റാൻഡ്. KSRTC കാരുണ്ട് ഇവിടെ. ഏതായാലും നമ്മുടെ വണ്ടി ഒന്ന് ശബരി. ഇതെന്താ ടയറൊക്കെ പോയിക്കണ സീനാണോ, കയറണ്ടേ? കയറി നോക്കാം. ഏതായാലും വേഗം കയറി നമുക്ക് എന്ത് ചെയ്യണം, സൈഡ് സീറ്റ് പിടിക്കണം. അതല്ലേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റൂ. ബസ് എടുത്തും കുറച്ച് നേരം ഇരുത്തിയിരിക്കണം, എന്നാലും കുഴപ്പമില്ല, അടുത്തല്ല. ഇനിയിപ്പോൾ എന്തായാലും ബസ് ഇങ്ങനെ പതുക്കെ ടൗണിൽ നിന്നും പതുക്കെ എടുത്തിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, ക്യാമറ പുറത്തോട്ട് പിടിക്കാം. എന്തായാലും കാണാം, നല്ല രസമുള്ള കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു വിചാരിച്ച രസമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കണ്ണുകൾക്ക് ഒന്നും കൂടിയും കുളിർമ ഏകിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ. അത്രയും രസമാണ്. ഇതൊന്ന് നോക്കിയാൽ ഇത് ഞാനിപ്പോൾ വരുന്നതിൻ്റെ വഴിയിലേ ഇത് കണ്ടതാണ്. ഈ ഒരു സൃഷ്ടി നോക്കിയാൽ അടിപൊളിയായില്ലേ, തട്ടായിട്ട് ഓരോ ദൈവങ്ങളുടെ
കണ്ട എന്താ രസം വെച്ചിട്ട് കാണാം. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ക്രിയേറ്റിവിറ്റിയാണ് സംഭവം, സെറ്റാണ്. അപ്പം അങ്ങനെ അതും കണ്ട് നമ്മളെന്ത് ചെയ്ത് നേരെ വണ്ടി തന്നെയാണല്ലോ, വണ്ടി എടുത്ത് പിന്നെ അധികം നേരെ കാണാൻ പറ്റില്ലല്ലോ. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ ഒരു തരം വൈബായിരുന്നു. അത്രയും നൈസാണ്. സെറ്റ് റോഡ്, 2 സൈഡ് ഇത് കണ്ട എല്ലായിടത്തും നമ്മുടെ ഏലക്കായല്ല ഏലക്കായ കൃഷിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ റബ്ബറും ഉണ്ട്. അങ്ങനെ സെറ്റാണ് സംഭവം. ഏലക്കായ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഓരോ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡൊക്കെയാണിത്. ഇതൊരു രസീകരല്ലേ. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പൊള്ളിക്കും. എന്നിട്ടിങ്ങനെ കൊടിയും ചൂടി ആ വഴി കൂടെ അങ്ങനെ നടന്നു പോകണതൊക്കെ. അതിൻ്റെ ഇടയിലാണ് ദേണ്ട്ര കോട ഇറങ്ങിയായിരുന്നു, നല്ല കോടയും. ഇതാട്ടാ ഇതിലുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ വണ്ടിയിൽ പ്രൈവറ്റ് ബസ്സുകളിൽ കയറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നൈസ് പാട്ടായിരിക്കും. ആ പാട്ടും കേട്ട് ഇതേപോലെ വൈബടിച്ചിട്ട് എന്തൊരു രസമായിട്ട് പോകാമെന്നറിയോ. ഇതിന് മഴ പെയ്ത് ഷട്ടർ ഇടാൻ പറഞ്ഞു പുറകിന്ന് പറഞ്ഞു, മോനെ തണുക്കതറ വെള്ളം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഷട്ടർ ഇടേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വെയിലടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് ഷട്ടർ ഒന്ന് പൊക്കിയതാണ്. ഇതൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കാണാനുള്ളൂ. ഈ പ്രകൃതിയും മഞ്ഞും കോടയും അങ്ങനെയുള്ള നൈസായിട്ട്. പിന്നെ അങ്ങനെ നമ്മളിത് അവിടെ എത്തി, അടിമാലി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ കോതമംഗലം മറ്റേ ഇവിടേക്ക് നേരിട്ട് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞു. ആലുവയ്ക്ക് കിട്ടും, പക്ഷേ ടൈം എടുക്കും പറഞ്ഞു, എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അടിമാലിയിൽ നിന്ന് നേരെ കോതമംഗലത്ത് കയറാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ കയറി. ഈ ഹോട്ടലിൽ ഞാൻ എടുക്കാൻ കാരണം ഒരു ഓർമ്മ പുതുക്കലാണ്. ആ ഹോട്ടൽ ഞാനും പെങ്ങളും അളിയനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വട്ടവട പോയിരുന്നു. ആ വട്ടവട പോയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് അങ്ങനെ എടുത്തിട്ട് വീഡിയോ ആണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഏതായാലും നൈസാണ്. നല്ല മഴയും ചാറുന്നുണ്ടായിരുന്നു. നോക്കി ഞങ്ങൾ വൈബനല്ല. അതും ബസ്സിൽ തന്നെ പോകണം കേട്ടോ. ബസ്സിലൊക്കെ പോകുമ്പോൾ വേറെ ലെവല് വൈബ് തന്നെയാണ് നമുക്ക് യാത്രക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പിന്നെ നമ്മുടെ അവിടെയുള്ള വെള്ളച്ചാട്ടം, ഇന്ത്യയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടണില്ല. നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മൂന്നാർ, ഇടുക്കി ഇവിടെയൊക്കെ പോണ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളീ പോണ റൂട്ടിൽ എത്രങ്ങാനും വെള്ളച്ചാട്ടം വെച്ചിട്ടാ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെ തന്നെ വേറൊരു വൈബായിരുന്നു. ഈ എല്ലായിടത്തിനും മുമ്പ് കാണുന്ന ആ സൗണ്ടുകളാണ് ആ കാട്ടിൽ കൂടെ ഇങ്ങനെ ബസ്സിലിങ്ങനെ പോകുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കണമെന്ന് വെച്ചെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള കാഴ്ചകളും പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് മറ്റേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കേൾക്കുന്നതോ ബസ്സിൻ്റെ ഉള്ളത്തെ പാട്ടുമാണ്. അങ്ങനെ അത്ര അടിപൊളിയായിട്ട് വൈബടിച്ചിട്ട് നമുക്ക് പോവാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. വലിയ ഇതാ കണ്ടതും. പിന്നെയും മഴ പെയ്ത് അപ്പം എന്ത് ചെയ്ത് ഷട്ടറൊക്കെ അടച്ചിട്ട് നോക്കി ടൗണിലേക്ക് എത്തിയപ്പോൾ, കോതമംഗലത്തേക്ക് എത്തിയപ്പോൾ മഴയില്ല, ഒന്നുമില്ല. ക്ലൈമറ്റും ഒക്കെ മാറി നല്ല അടിപൊളി വെയിലൊക്കെ അടിച്ച അവസ്ഥയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കോതമംഗലത്ത് നിന്ന് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ നമുക്ക് ഇനി എത്തേണ്ടത്. അപ്പം ഞാൻ ആലുവയ്ക്കുള്ള ബസ് കയറാമെന്ന് വിചാരിച്ചു. ആലുവയ്ക്കുള്ള ബസ് കയറി. നമുക്ക് എന്തായാലും 3 ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് സൈഡിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. സെറ്റാണ്. സൈഡിൽ കിട്ടണം നോക്കിയിരുന്നു. പിന്നെ എന്താണെന്നറിയോ, സത്യം പറയുകയാണെങ്കിൽ തീർന്നായിരുന്നു. വയ്യാതായിരുന്നു, പനി അടിച്ച് മിന്നി കയറിക്കണം. എങ്ങനെ കയറാതിരിക്കാം, നല്ല മഞ്ഞും പിന്നെ കാറ്റും ഇതൊക്കെ കൊണ്ടുള്ള വരവല്ലേ. പനിയും ജലദോഷമൊന്നും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഗൈസ്. ഏതായാലും ബ്ലോക്കിലും കടന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും ഓർമ്മയില്ല. പിന്നെ കണ്ണുറന്നപ്പോൾ രാത്രി ആയിക്കണ്, ഇരുട്ടിയിരിക്കണം. പിന്നെ ഇറങ്ങി നടന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ നിർത്തിവിട്ട ബസ്. ഇത് പിന്നെ നേരെ എന്ത് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വേറൊരു കാര്യം കണ്ടായി. നമ്മുടെ ഇപ്പോൾ നമ്മളൊക്കെ കയറി ചെന്നാൽ അവിടെ കണ്ടില്ലേ ബാക്കിൽ, അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലില്ലേ റെൻറ്റിന് ബൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതിന് വരുന്നവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അറിഞ്ഞോട്ടെ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നമുക്ക് റെൻറ്റിന് ബൈക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്ത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക എന്ന് പറഞ്ഞത്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു, ഇന്ന് മാത്രം ഉള്ള സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ട്രെയിനിൽ കിട്ടാനായിട്ട് ഓടിക്കി ചെന്നിങ്ങനെ. കാരണം നല്ല തിരക്കായിരുന്നു, നമുക്കറിയായിരുന്നു നല്ല തിരക്കുണ്ടാവുമെന്ന്. ആ തിരക്ക് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മക്കളെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഫോൺ എടുത്തേക്കേണ്ടി വരും. ഫോൺ എടുത്തേക്ക് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ തീരുമാനമാവും. ഇത് ഓക്കെയാണ് നിങ്ങൾ
എങ്ങനെ ഇപ്പം അതിനുള്ളിൽ നിന്നെന്ന് അറിയാം നമുക്ക്. അത് കാണാം. ആണോ ഗൈസ്, കാണും. ഇതായിരുന്നു അവസ്ഥ. വാവ്, എത്ര മനോഹരമായ കാഴ്ച. ഏതായാലും അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് പിടിച്ച് സെറ്റാക്കി ഉള്ളിലൊക്കെ കയറി നിന്ന് അവസാനം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കാൻ കിട്ടി. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിക്കണേ. ഫുള്ള് സെറ്റാണ്. അപ്പം നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഈ അവസാനിക്കുന്നതിന് മുന്നേ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലെ അവസ്ഥ കണ്ടില്ല ഞങ്ങൾ നിന്ന്. ഡാർക്ക്. പക്ഷെ എന്താണെന്നറിയോ, തിരൂരൊക്കെ എത്തിയപ്പോൾ സീറ്റും കിട്ടി. മാത്രമല്ല നമ്മുടെ കുറച്ച് ടീമുണ്ടായിരുന്നു. അവർ ഒരു ചെറിയ ട്രിപ്പ് അടിക്കരുത്, അവർ നേരെ ഗോവയ്ക്ക് വിടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് രസമായിരുന്നു, ഫുള്ള് വൈബായിരുന്നു. പിന്നെ വേറെ ടീമുണ്ടായിരുന്നു, അവരായിട്ട് സംസാരിച്ചിരുന്നത്, അവർ ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ തന്നിരുന്നു, അതൊക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇതുവരെ എത്തി. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കേജ് നമ്മുടെ ഇടുക്കി ടു കാസർഗോഡ് ഇടുക്കുക, നമ്മുടെ ഈ ഒരു പാർട്ട് മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നേരെ ചെല്ലുക, കടന്നുറങ്ങുക. ഇന്ന് തന്നെ ഇപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനൊരു 2-3-4 മണിക്കൂറെങ്കിലും നല്ലൊരു ഉറക്കം ഉറങ്ങണം, നീണ്ടും നോർന്നുകൊണ്ട് കിടക്കണം. ഓക്കെ. പിന്നൊരു പനി ചെറുതായിട്ട് കിട്ടിയായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയ പോലെയാണ്. അത്രയും സെറ്റായിരുന്നു. അപ്പോൾ പൊളിയും. അപ്പോൾ എന്താണ് നമ്മുടെ സ്ഥിര സാധനം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി അങ്ങോട്ട് എന്ത് ചെയ്യാം, നോക്കിക്കാളെ. എന്നാൽ ശരി, ഓക്കെ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.